എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ നമ്മുടെ GY MAT 101 മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി 2024 സ്കീമിലെ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബൈ ടി എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബൈ ടി. അതിനകത്ത് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബൈ ടി. ഓക്കെ, ഇവിടുന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ് എക്സാമിന്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്ത് നോക്കാം? മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി നോക്കണേ. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി, അതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി. പിടികിട്ടിയോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണ്? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടി പഠിച്ച്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ഈ എഫ് ഓഫ് എസിനെ എസ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കണം. പ്രോപ്പർട്ടി നല്ല വൃത്തിയായിട്ട് എഴുതി പഠിച്ചു വെക്കുക. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് സ്ക്വയർ 3t. ടി ഇൻറ്റു കോസ് സ്ക്വയർ 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നോക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നുള്ള ഫോർമാറ്റാണ്. ഇതെന്താണെന്നറിയാം? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ് എന്ന് നമുക്കറിയാം. വേറെ എഫ് ഓഫ് എസ് എന്താണോ? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, ടി ഇൻറ്റു കോസ് സ്ക്വയർ 3t. അപ്പം ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ആളാരാണ്? കോസ് സ്ക്വയർ 3t ആണ്. ഓക്കെ, സോ അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടിക്ക് പകരം കോസ് സ്ക്വയർ 3t ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണേ? ഐഡിയ ഇവിടെ കിട്ടിയോ? നോക്ക്, അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? കോസ് സ്ക്വയർ 3tക്ക് പകരം നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇതിൻ്റെ. കോസ് സ്ക്വയർ എക്സ് വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് 2t എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ ടി മൈനസ് 1. കോസ് സ്ക്വയറിനല്ലേ വേണ്ടേ? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കോസ് 2t എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ ടി മൈനസ് 1. ശരിയാണല്ലോ? കോസ് 2t എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോസ് സ്ക്വയർ ടി മൈനസ് 1. അപ്പോൾ ഇവിടുന്ന് 2 കോസ് സ്ക്വയർ ടി എന്ന് കിട്ടും? 2 കോസ് സ്ക്വയർ ടി എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് 2t എന്ന് കിട്ടും. ഇത് ഓൾറെഡി ചെയ്തതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ. കോസ് 2t എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2t കിട്ടും. ശരിയാണല്ലോ? കോസ് സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നേരിട്ട് ഉപയോഗിച്ചാലും മതി. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഇക്വേഷനാണ്. കോസ് സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2t ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് കോസ് സ്ക്വയർ 3t ആണ്. അപ്പം ടി മാറ്റി ട്രിപ്പിൾ ആംഗിൾ ഫോർമുല ആക്കണം അല്ലേ? കോസ് സ്ക്വയർ 3t ആക്കുക, ടി മാറ്റി 3t ആക്കുക. 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2 ഇൻറ്റു 3t എന്നുള്ളത് 60 വരും. ശരിയാണേ? ഇവിടെ ടി മാറി 3t ആയി. ഇവിടെ ടി മാറി 3t ആകുമ്പോൾ 3t ഇൻറ്റു 2 60 വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇവിടേക്ക് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് സ്ക്വയർ 3tക്ക് പകരം രണ്ട് ഇത് കൊടുക്കുക. 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s, cos 60 എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 അല്ലേ?
എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ് അല്ലേ. ദിസ് ഈസ് അവർ എഫ് ഓഫ് എസ്. നമുക്ക് വേണ്ട എന്താ? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ് വേണ്ടത്, ശരിയല്ലേ? അപ്പം ദെർഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് സ്ക്വയർ 3t വരികയാണെന്നുണ്ടെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണെങ്കിൽ മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസിന് വാല്യൂ കൊടുക്കുക 1/2 ഇൻറ്റു 1/s പ്ലസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് പുറത്തെടുക്കാം? ഈ 1/2 ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പം മൈനസ് 1/2 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് 1/s പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു, ഇനി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞേ, 1/sന്റെ ഡെറിവേറ്റീവ്. ഇത് ഡിഫറൻഷിയേഷനകത്തുള്ള റൂള് നിങ്ങൾക്ക് അറിയാലോ. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം പ്ലസ് ജി ഓഫ് എസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ഡിഫറൻഷ്യൽ എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. 1/sന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1/s സ്ക്വയർ. ഡെറിവേറ്റീവ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ മക്കളെ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളൊക്കെ അത്യാവശ്യം ഡെറിവേറ്റീവ്സ് എല്ലാം നിങ്ങൾക്ക് ഓർത്തെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ പഠിച്ച കുഞ്ഞുങ്ങളാണ്. അപ്പം 1/sന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/s സ്ക്വയർ. ഓക്കെ, ഇനി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യണം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. മക്കളെ, നിങ്ങൾ പ്ലസ് 2-ൽ പഠിക്കുന്ന ഡെറിവേറ്റീവ്സ് ആൻഡ് ഇൻ്റഗ്രൽസ് കാൽക്കുലസ്, അതായത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ 5 ചാപ്റ്റർ ഉണ്ടല്ലോ. ഈ 5 ചാപ്റ്റർ ആണ് ഈ ത്രൂ ഔട്ട് ദ എഞ്ചിനീയറിംഗ് ഇനി വരാൻ പോകുന്ന പല സെമസ്റ്ററുകളിലെയും അടിത്തറ എന്ന് പറയുന്നത്, ദ വെരി ബേസിക് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഇത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലീനിയർ ഓൾജിബ്ര മെട്രിക്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. എങ്കിലും ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും കോഷ്യൻ റൂളും ചെയിൻ റൂളും പ്രോഡക്റ്റ് റൂളും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സും ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ബേസ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുക. ഓക്കെ, പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നിരിക്കുന്നവരുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എടുത്ത് റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചോണം. ആ ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കോഷ്യൻ റൂൾ അല്ലേ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. നോക്കണേ മക്കളെ, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, എസിൻ്റെ ഡെറിവേറ്റീവ് 1 വരും, മൈനസ് ന്യൂമറേറ്റർ എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, എസ് സ്ക്വയറിൻ്റെത് 2s വരും, 36ൻ്റെത് 0 വരും, ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, എസ് സ്ക്വയർ പ്ലസ് 36ൻ്റെ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു പറഞ്ഞേ മൈനസ് 1/s സ്ക്വയർ മൈനസ് 1/s സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 36 മൈനസ് 2s സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 36 മൈനസ് 2 ഇൻറ്റു എസ് ഇൻറ്റു എസ് 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും സ്റ്റെപ്പുകൾ ഓക്കെ ആണല്ലോ മക്കളെ. ബാക്കി സ്റ്റെപ്പ് നോക്കിയാണേ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/s സ്ക്വയർ. ഇവിടെ നമ്മൾ നോക്കിക്കേ, എസ് സ്ക്വയറിൽ നിന്ന് 2s സ്ക്വയർ കുറച്ചാൽ മൈനസ് എസ് സ്ക്വയർ പ്ലസ് 36 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണേ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/s സ്ക്വയർ. ഈ 2 ടേംസിൽ നിന്ന് ഒരു മൈനസ് ഇങ്ങ് പുറത്തെടുത്താൽ ബാക്കി എസ് സ്ക്വയർ മൈനസ് 36 എന്ന് വരും. ശരിയല്ലേ? ഓപ്പൺ ചെയ്താൽ മൈനസ് എസ് സ്ക്വയർ പ്ലസ് 36 ആവും, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പുറത്തുള്ള മൈനസ് നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1/2 ഇൻറ്റു മൈനസ് മാത്രമേ കൊടുക്കുന്നുള്ളേ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, 1/s സ്ക്വയർ വരും. ഇനി അടുത്ത് നോക്കിക്കേ, ഈ മൈനസ് ഇൻറ്റു ഈ മൈനസ് വീണ്ടും പ്ലസ് ആവും, എസ് സ്ക്വയർ മൈനസ് 36 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ 1/2 ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് 36 ബൈ എസ് സ്ക്വയർ പ്ലസ് 36 ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് 4t. ടി ഇൻറ്റു കോസ് 4tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. നോക്കിയപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഏത് ഫോർമാറ്റ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നുള്ള ഫോർമാറ്റ് ആണ്. അതിൻ്റെ ആൻസർ നമുക്കറിയാം -d/ds ഓഫ് എഫ് ഓഫ് എസ് എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ ആൻസർ വരും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എസ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. സോ ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആരാ ഇവിടെ? കോസ് 4t ആണ് നമ്മുടെ എഫ് ഓഫ് ടി. ശരിയല്ലേ? സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 4t, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 8t, s/s² പ്ലസ് a സ്ക്വയർ. അപ്പോൾ s/s² പ്ലസ് 16 വരും. സോ ദിസ് ഈസ് അവർ എഫ് ഓഫ് എസ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് 4t, ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ -d/ds ഓഫ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് ആരാ? s/s² പ്ലസ് 16. സോ മൈനസ് ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് കോഷ്യൻ റൂള്? ഡിനോമിനേറ്റർ ആരാ? s² പ്ലസ് 16 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ s ആണ്, s ഇൻ ഡെറിവേറ്റീവ് 1 വരും, മൈനസ് ന്യൂമറേറ്റർ s ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ s² ഡെറിവേറ്റീവ് 2s, 16 0 വരും, ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ s² പ്ലസ് 16 ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണേ? സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് s² പ്ലസ് 16 മൈനസ് 2s² എന്ന് വരും അല്ലേ, ഡിവൈഡഡ് ബൈ s² പ്ലസ് 16 ദ ഹോൾ സ്ക്വയർ. സോ മൈനസ് ഓഫ്, നിങ്ങൾ നോക്കിക്കേ, s² എന്ന് 2s² കുറച്ചാൽ മൈനസ് s² പ്ലസ് 16 ഡിവൈഡഡ് ബൈ s² പ്ലസ് 16 ദ ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? മൈനസ് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, പുറത്തുള്ള മൈനസ് ഉള്ളിലേക്ക് വന്നാൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് s², മൈനസ് ഓഫ് പ്ലസ് -16 ബൈ s² പ്ലസ് 16 ദ ഹോൾ സ്ക്വയർ. s² മൈനസ് 16 ബൈ s² പ്ലസ് 16 ദ ഹോൾ സ്ക്വയർ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t² ഇൻറ്റു കോസ് 8t ഈസ് 2s ഇൻറ്റു s² മൈനസ് 3a² ബൈ s² പ്ലസ് a² ഹോൾ ക്യൂബ്. തെളിയിച്ച് കാണിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇത് 7 മാർക്കിന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കാം നമുക്ക്. നോക്കണേ, ഇത് t² ഇൻറ്റു കോസ് 8t ആണ്. നമുക്ക് t² ഇൻറ്റു എഫ് ഓഫ് ടി എന്നുള്ളൊരു ഫോർമുല ഇല്ല. നമുക്ക് എന്താ ഫോർമുല? ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫോർമുല നമുക്കുണ്ട്. ശരിയല്ലേ? ടി ഇൻറ്റു എഫ് ഓഫ് ടി വെച്ചിട്ട് നമുക്ക് ആദ്യമേ അതിൻ്റെ ഒരു എഫ് ഓഫ് എസ് കണ്ടുപിടിക്കാം. എന്നിട്ട് വീണ്ടും ടി ഇൻറ്റു എഫ് ഓഫ് ടി വീണ്ടും എടുക്കണം. അതായത് 2 പ്രാവശ്യമായിട്ട് ചെയ്യണം. ഇത് എളുപ്പമാണ്, നോക്കിയോ, ചെയ്യാനുണ്ട് കുറച്ച്, പക്ഷെ സംഭവം ഐഡിയ എളുപ്പമാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t² ഇൻറ്റു കോസ് 8t എന്നാണ് നമ്മുടെ ചോദ്യം. ഇതിനേക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ടി കോസ് 8t എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ വായിക്കാമല്ലോ. അപ്പോൾ അത് t² ഇൻറ്റു കോസ് 8t തന്നെ. ഇപ്പം ടി ഇൻറ്റു ഇതാണ് നമ്മുടെ നിലവിലെ എഫ് ഓഫ് ടി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് -d/ds ഓഫ് എഫ് ഓഫ് എസ് ആണെന്ന് നമുക്കറിയാം. ശരിയാണല്ലോ മക്കളെ? അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി നോക്കിക്കേ, ടി ഇൻറ്റു കോസ് 8t ആണ് അല്ലേ. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ടി ഇൻറ്റു കോസ് 8t ആണ്. അപ്പം എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആരാണ്? ടി കോസ് 8t അല്ലെ, ടി കോസ് 8t. സോറി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് 8t. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് 8t. ഇവിടെ നിങ്ങൾ നോക്കിയടാ, ഇത് ഏത് ഫോമാ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഫോം അല്ലേ? ശരിയല്ലോ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. അപ്പോൾ ഇത് എഫ് ഓഫ് ടി, ഇതിനെ നമുക്ക് എന്തെന്ന് എടുക്കാം? f1 ഓഫ് ടി എന്ന് എടുക്കാം. സെയിം ഫോർമാറ്റ് ആണ്. ഇതിനെ നമുക്ക് എന്തെന്ന് എടുക്കാം? f1 ഓഫ് ടി എന്ന് എടുക്കാം. ശരിയല്ലേ? സോ ഈ f1 ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് f1 ഓഫ് എസ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? -d/ds ഓഫ് f1 ഓഫ് എസ് ആയിരിക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? f1 ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ടുള്ള f1 ഓഫ് എസ് കണ്ടുപിടിക്കാം. ശരിയാണല്ലോ?
f1 ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f1 ഓഫ് ടി ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f1 ഓഫ് ടി ആരാണ്? cos at. cos atയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തോ പറഞ്ഞേ? cos atയുടേത് s ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ? cos atയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം s ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? f1 ഓഫ് ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f1 ഓഫ് ടി അഥവാ f1 ഓഫ് എസ് കിട്ടി. ഇനി ഇത് കണ്ടുപിടിക്കാമല്ലോ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് therefore f ഓഫ് എസ് കണ്ടുപിടിക്കാം. f ഓഫ് എസ് എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് f1 ഓഫ് എസ് ആണ്. f1 ഓഫ് എസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് f1 ഓഫ് എസ് ആരാ? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, നോക്കണേ. ഇനി ഇവിടെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ക്വോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം, ശരിയല്ലേ? പറഞ്ഞേ, മൈനസ് മാറ്റി നിർത്തിയാൽ ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എസ് ഇൻ ഡെറിവേറ്റീവ് 1 മൈനസ് ന്യൂമറേറ്റർ എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എസ് സ്ക്വയറിൻ്റെത് 2s, എ സ്ക്വയറിൻ്റെത് 0 ആവും, ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണേ? ഇതൊന്ന് സിമ്പിൾ ആക്കണം നമുക്ക്. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2s സ്ക്വയർ എന്ന് വരും, ശരിയല്ലേ? മൈനസ് 2s സ്ക്വയർ എന്ന് വരും, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എസ് സ്ക്വയറിൽ നിന്ന് 2s സ്ക്വയർ കുറച്ചാൽ മൈനസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുക. മൈനസ് ഉള്ളിലേക്ക് കൊടുത്താൽ എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് പ്ലസ് എസ് സ്ക്വയർ മൈനസ് ഓഫ് പ്ലസ് മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് എന്ത്? എഫ് ഓഫ് എസ്. ദിസ് ഈസ് അവർ എഫ് ഓഫ് എസ്. ഈ എഫ് ഓഫ് എസ് വാല്യൂ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കണം, അപ്പോഴാണ് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടും, അല്ലെ? ചോദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു കോസ് എ ടി ആണ്. ഈ എഫ് ഓഫ് എസിന്റെ പകരം ഈ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സോൾവ് ചെയ്യുമ്പോൾ വേണ്ട ഇവർ പറയുന്ന ഈ കാണുന്ന ആൻസർ നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ ജോലി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ദിസ് ഈസ് അവർ എഫ് ഓഫ് എസ്. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. ഇനി നോക്കിയേ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു കോസ് എ ടി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്, ശരിയാണല്ലോ? സോ മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എസ് ആരാ? എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? സോ ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനിയത്തെ ഡ്യൂട്ടി. നമുക്ക് പരിപാടി തുടങ്ങാം. സോ അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്ത് തെളിയിച്ച് കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് ഈ കാണുന്ന സംഭവത്തിലേക്ക് നമ്മൾ എത്തിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ജോലി. ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ക്വോഷ്യൻ റൂൾ ആണ് പ്രഥമ ദൃഷ്ടിയ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? മൈനസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ക്വോഷ്യൻ റൂൾ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2s, എ സ്ക്വയറിൻ്റെത് 0 ആയി പോകും, മൈനസ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഇപ്പം ഡിനോമിനേറ്റർ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്, ഫംഗ്ഷനോ ഫംഗ്ഷനാണ്. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിക്കണം. അപ്പോൾ ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഫംഗ്ഷൻ സ്ക്വയർ ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് പറയുന്ന പോലെ സ്ക്വയർ വരുന്നതുകൊണ്ട് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും. അപ്പോൾ പുറത്തുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അകത്തുള്ള ഫംഗ്ഷൻ എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2s, എ സ്ക്വയറിൻ്റെത് 0 വരും. ഓക്കെ ആണല്ലോ? ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഡിനോമിനേറ്റർ സ്ക്വയർ, അതായത് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, അതിന്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യണേ മക്കളെ. ഇനി നോക്കണേ, ഈ രണ്ട് ടേംസിൽ നിന്ന് ഇവിടെ ഒരു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട്. രണ്ടിടത്തു നിന്നും ഇതൊരു സിംഗിൾ ടേം, ഇത് ഇത്രയും ഒരു ടേമാണ്, ഇത് ഇത്രയും ഒരു ടേമാണ്. രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാം? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പുറത്തെടുക്കാം. ബാക്കി എന്ത് വരും നോക്കിക്കേ. ഇവിടുന്ന് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്, ഒരെണ്ണം പുറത്ത് വന്നാൽ ബാക്കി ഒരു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ടാവും, ഇൻറ്റു 2s ഉണ്ട്, മൈനസ് ഇവിടെ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഉണ്ട്,
2 ഇൻറ്റു 2 4 ആവും, 4s ഉണ്ടാവും അല്ലേ. ഈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പുറത്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു 4s ആണ് നമുക്ക് കിട്ടുക. ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, സ്ക്വയറിന്റെ സ്ക്വയർ എന്താവും, റൈസ് ടു 4 ആവും. ശരിയാണല്ലോ. സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താവും, ഹോൾ റൈസ് ടു 4 ആവും. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ സ്ക്വയറും റൈസ് ടു 4ഉം കട്ട് ചെയ്താൽ ക്യൂബ് ആവും. ശരിയല്ലേ. താഴെ 4 പ്രാവശ്യം ഉണ്ട്, മുകളിൽ ഒരെണ്ണം കട്ട് ചെയ്താൽ താഴെ 3 പ്രാവശ്യം. വേണ്ട, താഴെ കിട്ടേണ്ട സാധനം വന്നിട്ടുണ്ട്. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ക്യൂബ് കണ്ട മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം മുകളിലൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ വേണ്ട ആ സാധനം കിട്ടണം. നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. മൈനസ് ഓഫ്, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2s ഇൻറ്റു എസ് സ്ക്വയർ, 2s ക്യൂബ് വരും. 2s ഇൻറ്റു എ സ്ക്വയർ. ഓക്കെ, മൈനസ് 4s ഇൻറ്റു എസ് സ്ക്വയർ, മൈനസ് 4s ക്യൂബ് വരും. മൈനസ് 4s ഇൻറ്റു മൈനസ് എ സ്ക്വയർ പ്ലസ് 4s എ സ്ക്വയർ വരും. ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ക്യൂബ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക, മൈനസ് മാറ്റി നിർത്തിയാൽ 2sന്റെ ക്യൂബിൽ നിന്ന് 4sന്റെ ക്യൂബ് കുറച്ചാൽ മൈനസ് 2sന്റെ ക്യൂബ്. 2s എ സ്ക്വയറും 4s എ സ്ക്വയറും കൂടെ കൂട്ടിയാൽ 4 2 6s എ സ്ക്വയർ. ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ ക്യൂബ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഈ മൈനസ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കാം. മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും, 2s ക്യൂബ്. മൈനസ് ഓഫ് പ്ലസ് മൈനസ് 6s എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ ക്യൂബ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, മുകളിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം, നമുക്കൊരു 2s പുറത്തെടുക്കാം അല്ലെ. ഇവിടുന്ന് ഒരു 2s പുറത്തെടുത്താൽ, ഈ ടേമിൽ നിന്ന് 2s പുറത്തെടുത്താൽ ബാക്കി ഒരു എസ് സ്ക്വയർ ഉണ്ടാവും. ശരിയല്ലേ. ഓപ്പൺ ചെയ്താൽ 2s ക്യൂബ് തിരിച്ചു കിട്ടും. ഇവിടുന്ന് 2s പുറത്തെടുത്താൽ മൈനസ് 3a സ്ക്വയർ ഉണ്ടാവും. ശരിയല്ലേ. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. 2 ഇൻറ്റു 3 6 വരുന്നുണ്ട്. എസ് എ സ്ക്വയർ കറക്റ്റ് ആണല്ലോ. ഡിവൈഡഡ് ബൈ എന്തുണ്ട്, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ ക്യൂബ് ഉണ്ട്. കിട്ടേണ്ട സാധനമായോ നോക്കിക്കേ. പ്രൂവ് ചെയ്യാൻ പറഞ്ഞ സാധനം കിട്ടിയില്ലയോ. ശരിയല്ലേ. 2s ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 3a സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ ക്യൂബ്. പക്ക മാച്ചിങ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടുന്ന് നോക്കേണ്ടത്. ഈ ഫോർമാറ്റ് അല്ലെ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. വേർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്താവുന്ന സമയത്ത്, എഫ് ഓഫ് എസ് ആവുന്ന സമയത്ത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ഇതാണ് എന്ത് പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടി പോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡിവിഷൻ ബൈ ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ബൈ ടി എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. അണ്ടിൽ ദെൻ ബൈ ബൈ.